ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂടെ പേര് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് മൂടെ പേര്. അപ്പോൾ ഈ മൂവി ഇറങ്ങിയ 2-3 ദിവസത്തെ നമ്മൾ ഇന്നാണ് മൂവി കാണാൻ ഇടയായത്. കണ്ടപ്പോൾ എന്തെങ്കിലും റിവ്യൂ ചെയ്യണം തോന്നിയുള്ള മൂവി തന്നെയാണ്. കാരണം ഈ ചിത്രത്തിൻ്റെ റിവ്യൂ ഒക്കെ എത്തിക്കാൻ തോന്നുന്ന ആ ഒരു ലെവൽ തന്നെയായിരുന്നു കണ്ടിറങ്ങുമ്പോഴുള്ള ഓരോ ദർശകരുടെ മനസ്സിലേക്ക് ചെന്നെത്തുക. അതേ രീതി തന്നെയായിരുന്നു എന്നിലേക്കും വന്നത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീട്ടിലോട്ട് നമുക്ക് കടക്കാം. മഞ്ഞുമൽ ബോയ്സ് ഡയറക്ഷൻ ചിദംബരമാണ്. അദ്ദേഹത്തിന് മുൻ ചിത്രം ജാനമൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നോക്കുമ്പോൾ ഒട്ടനവധി പുതുമുഖ താരങ്ങളുള്ള ചിത്രം തന്നെയായിരുന്നു. ജാനമനെ അപേക്ഷിച്ചും അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ജാനമൻ വലിയൊരു വിജയം നേടാനായിട്ടുള്ള മൂവി തന്നെയാണ്. അതിനേക്കാൾ ഒരു 3 ഇരട്ടി വലിയൊരു വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. കാരണം ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ നിറഞ്ഞ സദസ്സിലാണ് ഈ ചിത്രം കാണാൻ എനിക്ക് ഇടയായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ശേഷം നമ്മൾ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന് ചിത്രം കാണുന്നത് അത്ര ഹൗസ്ഫുൾ തന്നെയായിരുന്നു. ചിത്രം കണ്ടപ്പോൾ അത്ര തിരക്കാണ്. അപ്പോൾ അതായത് നമ്മുടെ ആയിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക, ഈ ചിത്രത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ മലയാള സിനിമയ്ക്ക് മടങ്ങി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഉദാഹരണം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം മഞ്ഞുമൽ ബോയ്സിന് കുറച്ച് നിർമ്മാണം ഇതിൽ സാബിൻ താഹിർ തന്നെയാണ്. പറവ ക്രിയേഷൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത. സാബിനും ഒരു പങ്കാളി തന്നെയാണ്. ഇതിൻ്റെ കാശ് നോക്കി കഴിഞ്ഞാൽ സാബിൻ താഹിർ, അതുപോലെ തന്നെ ബാലു വർഗീസ്, ഖാലിദ് റഹ്മാൻ, അതേപോലെ തന്നെ ഗണപതി, ദീപക് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാശിങ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള വ്യക്തികളുടെ പേരറിയില്ല. സലിംകുമാറിൻ്റെ മകനായിട്ട് അവതരിപ്പിച്ചൊരു കഥാപാത്രം മകൻ ഉണ്ട് ഇതിൽ ചിത്രത്തിൽ. അതേപോലെ തന്നെ ബാക്കി ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇതിൽ പുതുമുകളാണെങ്കിൽ പോലും റിയൽ ബേസ്ഡ് ആയ സ്റ്റോറി ആണെങ്കിൽ പോലും ആ കഥാപാത്രം വേണ്ട ആപ്റ്റ്, അതായത് ഏതൊക്കെ വ്യക്തിക്ക് ഏത് കഥാപാത്രം കൊടുക്കണോ ആ രീതിയിൽ തന്നെ കഥാപാത്രം ചൂസ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ അതിലാണ് സംവിധാനമുള്ള ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ട കിടക്കാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചിത്രം കാണുമ്പോൾ ആ ക്യാരക്ടർ ആ വ്യക്തിക്ക് യോജിച്ചത് അല്ലെങ്കിൽ കാണുന്ന പ്രഷർ ഒട്ടും തന്നെ ഒരു കണക്ട് ആവാൻ സാധിക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഓരോ വ്യക്തിക്കും വേണ്ട കഥാപാത്രം ഏതാണോ പകരം മറ്റാരും തോന്നിപ്പിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ പ്രകടനം നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുക വെച്ചെങ്കിൽ എല്ലാവരുടെ പ്രകടനങ്ങളും ഗംഭീരമായിട്ട് ചെയ്തു. പ്രകടനത്തിലുപരി എനിക്ക് പറയുന്നത് ആർട്ട് വർക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെരുമ്പാവൂരിലൊരു ഗോഡൗണിലാണ് മഞ്ഞുമൽ ബോയ്സ് സെറ്റ് ഇട്ടെന്നൊക്കെ കേൾക്കപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ആ മലയുടെ ഓരോ മലയുടെ സീൻസ് ആണെങ്കിൽ പോലും ഇത് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡീറ്റെയിലിംഗ് തന്നെ ആ മലയിൽ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കുത്തും ഒഴുക്കും കാര്യങ്ങളൊക്കെ ഓരോ സ്പേസും അല്ലെങ്കിൽ എന്താ പറയുക കയർ കൊടുക്കുന്ന ഭാഗവും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിലിംഗ് തന്നെ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാകുന്ന രീതിയിൽ ഇതിൻ്റെ ആർട്ട് വർക്കിന് സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ മികച്ച കയ്യടി പോസിറ്റീവിൽ പറയേണ്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോറിക്ക് നോക്കി പരിശോധിക്കാൻ മുന്നേ കണ്ട പോലെ തന്നെ ട്രെയിലർ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീകോഡിംഗ് വീട് നമ്മൾ പറഞ്ഞിരുന്നു. എറണാകുളത്ത് നിന്ന് കുറച്ച് ചെറുപ്പക്കാർ കൊടൈക്കനാൽ ടൂർ പോകുന്നു. അവിടെ ഗുണാക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. ഒരാൾ ഇതിൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് വീഴുന്നു. പിന്നീട് അവിടുത്തെ പോലീസുകാരെ സഹായം തേടുന്നു. എല്ലാവരും ആദ്യം കൈക്ക് ഒഴിയുന്നു. കാരണം ഗുണാക്കയിലേക്ക് വീണവരാരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയപ്പെടുന്നത്. കാരണം നടന്നിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ സുഹൃത്തുക്കൾ ഒട്ടും തന്നെ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം അവനെ തിരിച്ച് അവർ പോകാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് അന്നും പറഞ്ഞ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് അവർ പരിശ്രമങ്ങളും ആളെ രക്ഷിച്ചില്ല എന്നൊക്കെയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ട്രെയിലർ കണ്ട അതേ രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിട്ടും. അതുകൊണ്ട് തന്നെ ആ കാണുന്ന ഒരു പോസിറ്റീവ്സും ഫ്രഷ്നെസ്സും എല്ലാം തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം തന്നെ ഒരു പുറത്ത് ട്രെയിലർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണെങ്കിലും സംഭവിക്കുക കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും ആ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കാണുന്ന പ്രേക്ഷകർക്ക് എത്തിക്കുന്ന ഡീറ്റെയിലായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. മികച്ചൊരു കയ്യടി തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാബിൻ താഹിർ ആണെങ്കിലും ആൾ കുറച്ച് ഏജിലുള്ള കഥാപാത്രമായി ചെയ്യെങ്കിൽ പോലും ആ ക്യാരക്ടറിന് കുട്ടാട്ടം എന്നൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കഥാപാത്രം വ്യക്തിഗതമായിട്ട് എന്താ പറയുക നല്ലൊരു ഡീറ്റോളിങ് അല്ലെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് അല്പം പ്രായം ചെന്ന ആളാണെങ്കിൽ ഇപ്പോൾ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് കോഡിങ് ആണെങ്കിലും ഹെയർ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചു. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി കുറേ കാലം ശേഷം അദ്ദേഹത്തിന് വിലക്ക് വേണ്ട സമയത്തുള്ള ചെയ്തിട്ടുള്ള മൂവി തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റോള് എന്താ പറയുക ഒരു സുഭാഷ് എന്ന കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ എടുത്തത് സലിംകുമാറിൻ്റെ മോനാണ്. കാരണം കഥാപാത്രത്തിൽ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലാണ് അദ്ദേഹം തന്നെയാണ് കഥാഗതി തന്നെ മാറ്റിമറിക്കുന്നത്. ആ രീതിയിൽ തന്നെ ആ കയ്യടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയണത് തന്നെയാണ്. അതുപോലെ തന്നെ സുഷാമിൻ്റെ BGM, അതായത് ബാൻഡ് സ്കോർ കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിഗംഭീരമാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ആ സീൻസിന് ബൈ സീൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അതും BGM നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ബാൻഡ് സ്കോറും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഡയറക്ഷൻ്റെ കാര്യം നമ്മൾ ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഒരിക്കലും ഓരോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് പറയേണ്ട ഘടകം തന്നെയാണ്. ആർട്ട് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ പാട്ടുകൾ
ഒന്നാമത്തെ പാട്ട് എനിക്ക് എത്ര പ്രസക്തി തോന്നിയില്ലെങ്കിൽ പോലും നമ്മുടെ കൺമണി അൻപോട് ആ പാട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് തുടക്കത്തിലും ഒടുക്കത്തിലും. ആ തുടക്കത്തിൽ ആ സീന് കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ്സും വീട്ടിലുള്ള കയ്യടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇതിൽ ഗുണാക്കേനെ കുറിച്ച് പറയുമ്പോൾ ഡബിൾ കിച്ചൺ, അതായത് ഒരു ഗുഹയ്ക്കുൾപ്പെട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. മുന്നേ നടന്നിട്ടുള്ള കഥ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള അങ്ങോട്ട് ആരും പോകുന്നില്ല, ആ ഭാഗം ക്ലോസ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മൾ ഡീറ്റെയിലായി തന്നെ ഒരു എന്താ പറയുക ഡബിൾ കിച്ചനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുന്നത് കണ്ട് നോക്കുക. ഡബിൾ കിച്ചനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചിത്രത്തിലോട്ട് തന്നെ വീണ്ടും മടങ്ങി വരാം. മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ ഒരു നെഗറ്റീവ് പോലെ ഇതിൽ പറയാൻ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം പോസിറ്റീവ് ഘടകങ്ങളൊക്കെ നമ്മൾ ഉടനടി എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രകടനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സൗഹൃദത്തിനുപരി എല്ലാം കൊണ്ട് തന്നെ മാറ്റിമറിക്കാവുന്ന നല്ലൊരു ചിത്രം തന്നെ. കാരണം എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് മുമ്പായിട്ട് നമ്മുടെ മാളൂട്ടി എന്ന് പറഞ്ഞ ചിത്രത്തിലായിരിക്കും. കാരണം കാണുന്ന പ്രേക്ഷകന് ഒരു നെഞ്ചിടിപ്പ് അല്ലെങ്കിൽ എന്താണ് അടുത്ത് സംഭവിക്കുക, എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി തോന്നിപ്പിച്ചത് മാളൂട്ടിലായിരുന്നു. കാരണം അത് മികച്ചൊരു കൈയടി കൊടുക്കുന്ന ചിത്രം തന്നെ മാളൂട്ടി. കാരണം അന്നത്തെ കാലത്ത് അത്രയേറെ സാങ്കേതിക ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് എടുത്തു, ഒരു ചെറിയ കുട്ടി വെച്ച് ഇങ്ങനെ ചിത്രം ചെയ്തു. അപ്പോൾ തന്നെ മികച്ച കൈയടി അന്ന് കൊടുക്കണമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സാങ്കേതിക ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ മലയ്ക്കുള്ളിലാക്കിയിട്ട് ഗുഹയ്ക്കുള്ളിലാക്കിയിട്ട് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ മറ്റൊരു കൈയടി തന്നെയാണ്. പിന്നെ നമ്മുടെ മലയും കുഞ്ഞിനും ചെറുതായിട്ട് യൂസ് ചെയ്തിരുന്നു എങ്കിൽ പോലും ഇതൊരു സർവേ ത്രില്ലർ മൂവി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ. ആ മഞ്ഞുമൽ ബോയ്സ് എന്തുകൊണ്ടും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് എല്ലാം കൊണ്ടും കാണാവുന്ന ചിത്രം തന്നെ മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചിത്രം എന്തായാലും ഉടനെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കി വെച്ചിട്ടുള്ളത്. മികച്ച ഒരു ചിത്രം തന്നെയാണ്. കാരണം നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് കാണണം, ഫോണിലൂടെ കണ്ടാലൊന്നും തന്നെ ഒട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ആ കണ്ടിട്ടാണ് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എല്ലാം തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ടപ്പോൾ എനിക്ക് എന്തായാലും മികച്ചൊരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.